ഏതാനും പ്രശ്നരൂക്ഷായി സർവ പള്ളിയുടെ ഖത്തീബന്മാരും പറയുന്നത് പാടില്ല, ഹറാമാണ്. വെള്ള ഇബ്രാഹിം മുസ്ലിയാറാണ് ഈ ഖത്തീബ് കൊടുങ്ങാനും മൂപ്പർ മാത്രമാണ് പറ്റുന്ന അഭിപ്രായമുണ്ട് ഉറച്ചു നിന്ന്. അങ്ങനെ പ്രശ്നം രൂക്ഷമായി അവസാനം ശംസുൽ ഉലമയുടെ അരികെ ഇബ്രാഹിം മുസ്ലിയാർ ആദ്യം പോയി ശംസുൽ ഉലമാന്റെ അരികെ. ഇവർ പോകുന്നതെന്ന് അറിയുമ്പോൾ മൂപ്പറിന് ആദ്യം പോയി. ശംസുൽ ഉലമാന്റെ ശിഷ്യനാണ്. 3-ാം ജുസ് മഹല്ലി എടുത്തുകൊണ്ട് പോയതാണ്. പോയിട്ട് ശംസുൽ ഉലമയോട് പറഞ്ഞു, ഇങ്ങനെ ഞാനുള്ള ഖത്തീബായ മഹല്ലിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ സിന്നൂറ് കഴിച്ചിട്ടുണ്ട്, വരും, ഞാനത് പറ്റും അങ്ങനെ തിന്നാൻ അഭിപ്രായം പറഞ്ഞിട്ട്. എവിടെയാണുള്ളത്? മഹല്ലിൽ 3-ാം ഭാഗം മർച്ചയാടി ഈ ഭാരത്ത് വായിച്ചു. ശംസുൽ പറഞ്ഞു, അത് ഉള്ളത് കൊണ്ട് നീ സലാമത്തായി എന്ന് പറയും, സലാമത്തായി എന്ന് പറയും. അങ്ങനെ പിന്നെ ഇബ്രാഹിം മുസ്ലിയാർ നാട്ടിൽ വന്ന് പറഞ്ഞു, അങ്ങനെ അഭിപ്രായം ശംസുൽ പറഞ്ഞ് പ്രശ്നമാക്കണ്ട അങ്ങനെയെന്നെല്ലാം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് പോരാ, മൂപ്പർ തന്നെ വന്നിട്ട് പറയുള്ളൂ. അങ്ങനെ ശംസുൽ ഉലമാനെ ക്ഷണിക്കാൻ ഒരു 5-8 ആള് പോയി. ശംസുൽ ഉലമ പട്ടിക്കാടിലാണ്. ശംസുൽ ഉലമ പറഞ്ഞു, അത് ഞാൻ ഇബ്രാഹിം മുസ്ലിയാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ പറഞ്ഞാലൊന്നും പറ്റൂല, നിങ്ങൾ തന്നെ വന്ന് പറയണം. അങ്ങനെ ശംസുൽ ഉലമ വന്നു. 3 ദിവസത്തിന്റെ വാല് പെരുത്തും ആലിമ്യങ്ങളും ജനങ്ങളൊക്കെ തടിച്ചുകൂടി. ശംസുൽ ഉലമാനെ 1-ാമത്തെ ദിവസത്തിന്റെ വാലിൽ ഇത് പരാമർശിച്ചില്ല. 2-ാമത്തെ ദിവസവും ജനങ്ങളൊക്കെ കാത്തങ്ങനെ നിരാശയോടുകൂടെ